സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ ചങ്ങാതിമാരെ? നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഇന്ന് 2026 മെയ് മാസം 11-ാം തീയതി നടന്ന PSC പരീക്ഷ, ഒരു കമ്പനി ബോർഡിലേക്ക് നടന്ന ഒരു LGS ലെവലുള്ള പരീക്ഷ നോക്കൂ. 2026 PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS അല്ലെ. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന, 1000-നുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ വന്നാലും ഇത്രയും പെട്ടെന്ന് നിയമനങ്ങൾ കിട്ടുന്ന, ഒരുപാട് നിയമനങ്ങൾ കിട്ടുന്ന നല്ലൊരു പോസ്റ്റാണ്. ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷ. അതിന്റെ പ്രിലിംസ് എക്സാം ജൂലൈ 18-ാം തീയതിയും അതിന് ശേഷവും നടക്കുകയാണ്. മെയിൻസ് ഈ വർഷം നടക്കും, റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം ആദ്യം വരും. അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കുന്ന പാത കറക്റ്റ് പ്രോപ്പർ ആ ഒരു പാതയിലൂടെയാണോ പോകുന്നത്? നമുക്ക് എങ്ങനെയൊക്കെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? ഈ ഒരു പരീക്ഷ, വരാൻ പോകുന്ന പരീക്ഷയുടെ ഒരു ചൂണ്ടുപലകയല്ലേ? കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ചില വെല്ലുവിളികളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ പ്രൊഫഷണൽ ആയിട്ട് അതിന്റെ ആൻസർ കീ വരുന്നതിന് മുമ്പാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ടെലഗ്രാമിലെ പെയ്ഡ് ബാച്ചിലെ കുട്ടികൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും ഇത് പറയാമെന്ന് കരുതി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ കീ ഒന്നും വന്നില്ല, ഞാൻ വിശദമായി പരിശോധിക്കാതെ ഇപ്പോൾ ആദ്യം തന്നെ കിട്ടിയ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു നമ്മുടെ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അതിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടിക്ക് ഇട്ടിട്ട് നമുക്ക് ടെലഗ്രാമിൽ പിന്നീട് നൽകുന്നുണ്ട്. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഒന്നാമത്തെ ചോദ്യം കൂട്ടുകാർക്ക് അറിയാലോ, എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, 7 അംഗങ്ങളുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതി നിലവിൽ വന്ന 7 അംഗങ്ങൾ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഡോക്ടർ BR അംബേദ്കറാണ് അധ്യക്ഷൻ എന്ന് അറിയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കരട് സമിതി. ഭരണഘടനാ നിർമ്മാണ സഭ ICAയുടെ ആദ്യ സമ്മേളനം നടന്നത്, രൂപീകരിച്ച ഡിസംബർ 6-ാം തീയതി, ആദ്യ സമ്മേളനം ഡിസംബർ 9-ാം തീയതി. അതിനകത്ത് താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വന്നിരുന്നു. പിന്നീട് ഡിസംബർ 11-ാം തീയതി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് സ്ഥിരം അധ്യക്ഷനായി വരുന്നു. പിന്നെ ഡിസംബർ 13-ാം തീയതി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ ക്ലാസ്സിൽ ICയിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ. ആർട്ടിക്കിള് 368 കൂട്ടുകാർക്കറിയാം, ഭരണഘടനാ ഭേദഗതിയാണ്. അത് ഇന്ത്യയിലെ ഭരണഘടനാ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ് എന്നാണ് ചോദ്യം. പാർലമെന്റിനാണ് കേട്ടോ. നിങ്ങൾ അവസാനം മാർക്ക് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പോകാം കേട്ടോ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. നോക്കൂ, ഇതുവരെ ചോദിച്ച 5 ചോദ്യങ്ങളും വളരെ ബേസ് ഒരു പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മൗലിക ചുമതലകൾ അഥവാ മൗലിക കടമകൾ ഏത് രാജ്യത്താണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയനാണ് മൗലിക ചുമതലകൾ കടമെടുത്തത്. മൗലികാവകാശമാണെങ്കിലോ അത് USA നിന്നാണ് നമുക്കറിയാം. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്ര ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാരാണ്? കേരളത്തില് നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വം, മിശ്ര ഭോജനം. മക്കളെ, ഇതൊരു പക്ഷേ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. വൈകുണ്ഠസ്വാമി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് അത് എന്താണ്? സമപന്തി ഭോജനമാണ്. വൈകുണ്ഠസ്വാമി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? സമപന്തി ഭോജനം. ഞാൻ എഴുതട്ടെ, സമപന്തി ഭോജനം. കാണുന്നുണ്ടോ നിങ്ങള്? എടാ, സമത്വ സമാജം അല്ലെ. സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് 1836 നമ്മുടെ കേരളത്തിൽ വൈകുണ്ഠസ്വാമിയല്ലേ. കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ സംഘടനയല്ലേ സമത്വ സമാജം? 1836 ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അത് രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച 1815 സ്ഥാപിച്ച ആത്മീയ സഭയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ആദ്യത്തെ സംഘടന ആത്മീയ സഭ 1815 രാജാറാം മോഹൻ റായ് ആണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന സമത്വ സമാജമാണ്, വൈകുണ്ഠസ്വാമിയാണ്. സമം എന്നുള്ള പേര് കിട്ടണം. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി. അങ്ങനെയാണെങ്കിൽ പന്തി ഭോജനം ആരാണ്? പന്തി ഭോജനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? പന്തി ഭോജനം തൈക്കാട് അയ്യ. അപ്പൊ നമ്മൾ 3 പഠിക്കാൻ പോവുകയാണ്. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം. സഹോദരൻ അയ്യപ്പൻ അല്ലെ, കേരളത്തിൽ ആധുനിക പ്രസംഗ കലയുടെയൊക്കെ പിതാവായിട്ട് കരുതപ്പെടുന്ന നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരൻ അയ്യപ്പൻ ചേറായിലാണ് ജനിച്ചത്. കൂട്ടുകാർക്കറിയാം, സഹോദരൻ എന്ന് പറഞ്ഞ നമ്മളൊരു കോഡൊക്കെ പഠിച്ചിരുന്നു. ബ്രോ,
കെ കേളപ്പൻ അല്ലെ എന്ന രൂപത്തിൽ ഇന്ദുലേഖയുടെ രണ്ട് സഹോദരന്മാർ, ഒന്ന് കെ കേളപ്പനും മറ്റൊന്ന് സഹോദരൻ അയ്യപ്പനും ജനിച്ച വർഷം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇന്ദുലേഖ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ്. അത് പുറത്തിറങ്ങിയ വർഷമാണ്. സഹോദരൻ അയ്യപ്പനും കെ കേളപ്പനും ജനിച്ചത് നെഹ്റു ജനിച്ച വർഷമാണ്. നെഹ്റു ജനിച്ചു, ഹിറ്റ്ലർ ജനിച്ചു, ചാർലി ചാപ്ലിൻ ജനിച്ചു. ലോകത്തിലെ വൈവിധ്യങ്ങളുടെ വർഷം എന്നറിയപ്പെടുന്നു. ഏറ്റവും ദുഷ്ടനായ ഹിറ്റ്ലറും ഏറ്റവും രസകരനായ കോമഡി അവതരിപ്പിക്കുന്ന ചാപ്ലിനും അല്ലെ മതേതരവാദിയും സോഷ്യലിസ്റ്റിന്റെ വക്താവുമായ നെഹ്റു ജനിച്ച വർഷം 1889. 1889 ഇന്ദുലേഖ പുറത്തിറങ്ങുന്നത്. ഇന്ദുലേഖ പുറത്തിറങ്ങിയ വർഷമാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. അദ്ദേഹം എറണാകുളത്ത് ചേറായിലാണ് ജനിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ, തെറ്റിക്കരുത്. എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരിൽ ജനിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കറുത്ത കടലിൽ ചേരാനെല്ലൂർ കറുപ്പൻ. സഹോദരൻ അയ്യപ്പൻ ചേറായി. സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം സ്ഥാപിച്ചത്, മറന്നുപോരുത്. അങ്ങനെയാണെങ്കിൽ പന്തി ഭോജനം സമപന്തി ഭോജനം പോലെ മറ്റൊന്നാണ് പ്രീതി ഭോജനം. ഏതാണ് ആ ഭോജനം? പ്രീതി ഭോജനം. പിള്ളേരെ, പ്രീതി ഭോജനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? വാഗ്ബടാനന്ദൻ, ബടൻ അല്ലേ, ഒരു കുന്തൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. യെസ്, രാജാവേ, അടിമ, ഹുസൂർ എന്നൊക്കെ പറയൂലേ, പ്രീതിപ്പെടുത്തി നിൽക്കുക. അപ്പൊ പ്രീതിപ്പെടുത്തി നിൽക്കുന്ന ആരാണ്? ബടനാണ്, ബടൻ. അപ്പൊ വാഗ്ബടാനന്ദൻ, വാഗ്ബടാനന്ദൻ കേട്ടോ. വാഗ്ബടാനന്ദനാണ് ആര്? പ്രീതി ഭോജനം. ഞാൻ എഴുതുന്നില്ല, സമയമില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ നമ്മൾ പറഞ്ഞു കെ കേളപ്പൻ ജനിച്ച വർഷം. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. ഓക്കെ, കേളപ്പജിയോടൊപ്പം പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ കമന്റ് ചെയ്യണം. കേളപ്പജി ജനിച്ച വർഷം 1889, നെഹ്റു ജനിച്ച വർഷം 1889, സഹോദരൻ അയ്യപ്പൻ ജനിച്ച വർഷം 1889, ഹിറ്റ്ലറും ചാപ്ലിനും ജനിച്ച വർഷം, ഇന്ദുലേഖ പുറത്തിറങ്ങിയ വർഷം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. കേളപ്പേട്ടനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പാവങ്ങളുടെ പടത്തലവൻ അത് AK ആണ് കേട്ടോ. നോക്കൂ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണെങ്കിൽ ചോദിക്കും നിങ്ങളോട്, കെ കേളപ്പനാണെങ്കിൽ AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ് അല്ലെ? ഇപ്പൊ കെ കേളപ്പൻ ഈ പറയുന്ന കേരള ഗാന്ധി ആണെങ്കിൽ AKG പാവങ്ങളുടെ പടത്തലവനാണ്. മറന്നുപോണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാട് കയറി പോകും. കുളച്ചൽ യുദ്ധം 8 ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ആദ്യം തന്നെ അടിച്ചു വിട്ടു പോയിട്ടാവല്ലേ കോഡ് A കിട്ടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും കുളച്ചൽ യുദ്ധം 1741. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു ഡിലനോയ്. നമുക്കറിയാം ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിയെ അല്ലെ അടിയറവ് പറയിപ്പിക്കുകയാണ്, കീഴ്പ്പെടുത്തുകയാണ്. ആര്? നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ. ഓർത്തു വെച്ചേക്ക്, ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചാണ് 1741. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണം. കൃത്യം 20 വർഷം മുമ്പ് 1721 എന്ത് സംഭവിച്ചു? 20 വർഷം മുമ്പ് ആറ്റിങ്ങൽ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അതാണ് ആറ്റിങ്ങൽ കലാപം. നോക്കൂ, അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നുണ്ട്. എന്നാൽ അഞ്ചുതെങ്ങ് കലാപം സംഘടിതമല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് അഞ്ചുതെങ്ങിലാണ് കലാപം നടക്കുന്നത്. അതിനുശേഷമാണ് ആറ്റിങ്ങൽ കലാപം, കുരുമുളകിന്റെ വ്യാപാര കുത്തക കൂട്ടിയതുമായി ബന്ധപ്പെട്ട്. വർഷം 1721, കുളച്ചൽ യുദ്ധം 1741. അങ്ങനെയാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം നിങ്ങൾ കമന്റ് ചെയ്തേ. ഇതെല്ലാം കേരള ഹിസ്റ്ററിയുടെ സൂപ്പർ ഫാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കും കേട്ടോ. കണക്റ്റഡ് ഫാക്ട്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു. മക്കളെ, ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് അടിക്കും. പരീക്ഷകളിൽ 9 ചോദ്യങ്ങളും പക്കയാണ്. ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി, ഇനി അതിന് താഴെയുള്ള കുട്ടിയാണെങ്കിലും സുഖമായിട്ട് 10 ചോദ്യങ്ങൾ വരെ കിട്ടണം. ഓക്കെ, സ്വദേശാഭിമാനി ക്വസ്റ്റ്യൻ വരുന്നു. ഇവിടെ നമ്മളൊന്ന് സ്റ്റക്ക് ആവും. കാരണം വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് അറിയുമെങ്കിലും പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ടെൻഷനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അബ്ദുൾ റഹ്മാൻ എന്നൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാം. അടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെ അടിച്ചവർ കമന്റ് ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാരണം അതുപോലെ ഒരുപാട് പേർക്ക് സംഭവിക്കും. ശ്രദ്ധിക്കണം പരീക്ഷയാണ് കേട്ടോ. വക്കം മൗലവിയാണ് ആൻസർ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ വക്കം മൗലവി എന്ന് വിളിക്കാറുണ്ട്. സ്വദേശാഭിമാനി പത്രം കേൾക്കുമ്പോൾ രാമകൃഷ്ണപിള്ള എഴുതണ്ട. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്നു അല്ലേ? ആണ്. അടുത്ത 13 സിമ്പിൾ ക്വസ്റ്റ്യൻ. ചമ്പാരൻ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ചമ്പാരൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് 1917 നിസ്സഹകരണം അറിയാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല 1920. ഉപ്പ് സത്യാഗ്രഹം 30ലേക്കും ക്വിറ്റ് ഇന്ത്യ 42ലേക്കും പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നു. ഏതാണ്? 1D 2C. 1D ആണ്, 2C ആണ്. ഉപ്പ് സത്യാഗ്രഹം 3A ആണ്, 4B ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ A ആണ്.
ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? സ്ഥിരമായി ചോദിക്കുന്ന PYQ ആണ്. കഥക് ഉത്തർപ്രദേശാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? ഇതൊക്കെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ എടുത്തെടുത്ത് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ്. കാരണം ദേശീയ കൈത്തറി ദിനമാണ് August 7. അതുപോലെ ജാവലിൻ ത്രോ ദിനമാണ് August 7. നമ്മുടെ നീരജ് ചോപ്ര എറിഞ്ഞിട്ട ദിവസം. അപ്പൊ അതുകൊണ്ട് 1905 August 7, 1905 ബംഗാൾ വിഭജനം. അതിന്റെ ഭാഗമായിട്ടാണ് സ്വദേശി മൂവ്മെന്റ് വരുന്നത്. നോക്കൂ, ചിലർക്കെങ്കിലും ഒരു പക്ഷേ ഒന്ന് ഡൗട്ട് അടിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രിക്സ്. പുതുതായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചവർ ഇന്ത്യ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം 2025 റഷ്യയിൽ വെച്ച് നടന്ന ബ്രിക്സിലായിരുന്നു ആദ്യമായിട്ട് യുവജനോത്സവം നടന്നത്. അപ്പൊ അത് റഷ്യയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഇതും കറണ്ട് അഫയേഴ്സ് നന്നായി പഠിച്ചൊരു കുട്ടിക്ക് കിട്ടേണ്ടതാണ്. അതും ഞാൻ തൽക്കാലം റൗണ്ട് ചെയ്ത് വെക്കാം. നവി മുംബൈ ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ ബാച്ചിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾക്ക് ഇതൊക്കെ കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? ഇനി അടുത്തൊരു പരീക്ഷ ചോദിക്കാം, ഇത് മഹാത്മാഗാന്ധി മരണപ്പെട്ട സമയത്ത് ആരാണ് പറഞ്ഞത്? നെഹ്റു ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആര് പറഞ്ഞതാണ്? മഹാത്മാഗാന്ധിയുടെ വിയോഗ സമയത്ത് നെഹ്റു പറഞ്ഞതാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? വളരെ സിമ്പിൾ അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു അല്ലെ? ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി. അതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന് പറയാറുണ്ട് താഷ്കന്റ് കരാർ അല്ലെ? അപ്പൊ ഓർത്ത് വെച്ചേക്കണം, ലാൽ ബഹദൂർ ശാസ്ത്രി. ആരായിരുന്നു പാകിസ്ഥാന് വേണ്ടി സൈൻ ചെയ്തത്? രണ്ടുപേരെന്ന് പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആയതുകൊണ്ടാണ്. താഷ്കന്റ് കരാർ 1966 ജനുവരി 10. നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പക്കയായിട്ട് കാണുന്ന ഒരു ഷുവർ ടോപ്പിക് ആട്ടോ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം. അതിനകത്ത് സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, VP ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, VP മേനോൻ. അപ്പൊ ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ചോദിച്ചാൽ ഇവർ രണ്ടുപേരുമാണ്. സ്വാഭാവികമായിട്ട് ഓപ്ഷൻ നോക്കുക, 1, 4 ഓപ്ഷൻ വരുന്നു. ഓപ്ഷൻ C 1, 4 കിട്ടിയല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്കി വ്യവസായശാല? നോക്കൂ, ബൊക്കാറോ, റൂർക്കേല, ഇതൊക്കെ എപ്പോഴും പറയുന്ന റോജ്, റൂർക്കേല ഒഡീഷ ജർമ്മനി, ബിച്ചറ അല്ലെ, ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ, ബിച്ചറ. അതുപോലെ തന്നെ ദുർഗാപൂർ ബ്രിട്ടൻ, വെസ്റ്റ് ബംഗാൾ കേട്ടോ. ദുർഗാപൂർ എവിടെയാണ്? ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളില്. റൂർക്കേല ഒഡീഷ ജർമ്മനി, ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ. അതുപോലെ പഠിച്ചു വെക്കുക ബൊക്കാറോ. ബൊക്കാറോ ആരുടെ സഹായമാണ്? സോവിയറ്റ് യൂണിയന്റെ സഹായമാണ്. ബൊക്കാറോ ഏത് സംസ്ഥാനത്താണ്? കമന്റ് ചെയ്തേ. 1950 മാർച്ച് 15. മക്കളെ, ഇന്ന് ഈ ഒരു പരീക്ഷ കഴിയുന്ന സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ ഇവർക്ക് ഒരു ലൈവ് എടുത്തു, നമ്മുടെ പെയ്ഡ് ബാച്ച്. ആ ലൈവ് എടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടും ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ, എല്ലാവർക്കും ബേസ് ക്വസ്റ്റ്യൻ ആണ്, ഗുൽസാരിലാൽ നന്ദ. ഇനി അടുത്തൊരു പരീക്ഷ പ്രിലിംസ് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ. 1950 ജനുവരി 28 റിപ്പബ്ലിക് 2 ദിവസം കഴിഞ്ഞിട്ട് സുപ്രീം കോടതി. നമുക്ക് അങ്ങനെയാണ് PSC ആൻസർ. സുപ്രീം കോടതി ജനുവരി മാസം 28 1950 ജനുവരി മാസം 28 സുപ്രീം കോടതി. മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ. ജനുവരി മാസം 26 റിപ്പബ്ലിക് ആയെങ്കിൽ ഒരു ദിവസം മുമ്പേ ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ. പഠിച്ചു വെക്കുക 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ പെട്ടെന്ന് പറഞ്ഞാണ്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ, 1950 ജനുവരി 28 റിപ്പബ്ലിക് 2 ദിവസം റിപ്പബ്ലിക്കിന് മുമ്പ്. ഓക്കെ ആണോ? ഇലക്ഷൻ കമ്മീഷൻ അത് വന്നാൽ മാത്രമേ രാഷ്ട്രപതി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആലോചിക്കുക. അപ്പൊ ജനുവരി 26 റിപ്പബ്ലിക് ഡേ, രാഷ്ട്രപതി വരുന്നു ഇന്ത്യയിൽ, രാജേന്ദ്ര പ്രസാദ് അല്ലെ, രാഷ്ട്രപതി തലവൻ വരുന്നു, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു, ഭരണഘടന നിലവിൽ വരുന്നു ജനുവരി 26. അതിന് മുമ്പ് 25 ഇലക്ഷൻ കമ്മീഷൻ. റിപ്പബ്ലിക് ആയി 2 ദിവസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ജനുവരി 28. അതൊക്കെ കഴിഞ്ഞ് മാർച്ച് മാസത്തിപ്പോ ആസൂത്രണ കമ്മീഷൻ മാർച്ച് 15. സെറ്റ് ആണല്ലോ. അതിനകത്തുണ്ടായിരുന്ന വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു, ചെയർമാൻ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കറണ്ട് അഫയേഴ്സ് ആണ് ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ. കൃത്യമായിട്ട് പഠിക്കണം. TV ചന്ദ്രൻ അതിന് മുമ്പ് കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, JC ഡാനിയൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ശാരദാമ്മ, ഏറ്റവും ലേറ്റസ്റ്റ് JC ഡാനിയൽ കിട്ടിയത് ശാരദയ്ക്കാണ്, നമ്മുടെ നടി. അപ്പൊ ഇത് ഷാജി എൻ കരുൺ, അദ്ദേഹം മരണപ്പെട്ടു പോയി കേട്ടോ. അപ്പൊ 2023 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് സംവിധായകൻ ഷാജി എൻ കരുൺ ആയിരുന്നു. ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പിറവി എന്നൊരു സിനിമ, സ്വം എന്ന് പറഞ്ഞ സിനിമ, മമ്മൂക്കയുടെ കുട്ടിസ്രാങ്ക്, ഇതൊക്കെ വളരെ ഹിറ്റായ സിനിമയാണ്. ഒരുപാട് സിനിമകളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെ മുമ്പ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ എടുത്തിരുന്നു. ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ട് ഓർമ്മ വെച്ചിട്ട് ഷാജി എൻ കരുൺ മരണപ്പെട്ട ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ മുഴുവൻ ക്ലാസ്സുകൾ നമ്മുടെ മറ്റൊരു ചാനലിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ട് കറണ്ട് അഫയേഴ്സ് കാണുന്നതൊക്കെ കിട്ടും കേട്ടോ.
ഇന്ത്യയിലെ ഖാരിഫ് റാബി സെയ്ദ് വിളകളെ കുറിച്ച് നല്ലൊരു ചോദ്യമാണ്. നോക്കൂ, ചുവടെ പ്രസ്താവനയിൽ ശരിയായതാണ് കണ്ടത്. നിങ്ങളൊന്ന് ചോദ്യം വായിച്ചു നോക്കിയേ. ശരിയായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ഖാരിഫ് ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ആ മഴ സമയത്ത് തുടങ്ങിയിട്ട് പിന്നീട് സെപ്റ്റംബർ വരെയുള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്കിത് എന്താക്കാം, ശരി എന്ന രൂപത്തിൽ എടുക്കാം, പരിഗണിക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് ആ ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് ചെറിയൊരു പിശകൊക്കെ തോന്നുമെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാം. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ത്. അവിടെ പഴവും പച്ചക്കറിയൊക്കെ സെയ്ത് വിളയാണ് കേട്ടോ. പഴവും പച്ചക്കറി ഉണ്ടാകുക വേനൽക്കാലത്തല്ലേ, ഈ ഒരു മാർച്ച് മാസത്തിലൊക്കെയാണ് എന്തുണ്ടാകുക, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയമാണ് സെയ്ത് വിളകൾ. ഗോതമ്പ്, പയറ്, കടുക് മുതലായവ കൃഷിക്കാലമാണ് റാബി. നമ്മൾ മുമ്പത്തെ യൂട്യൂബ് ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു കോഡ് പറഞ്ഞിരുന്നു, റാബി താത്താന്റെ നല്ല കടുകിട്ട പയറ് കറി അല്ലേ. അതുപോലെ തന്നെ അത് നല്ല ഈ പറയുന്ന ഈ പറയുന്ന പുകയിലുണ്ടല്ലോ, പുകയില. അപ്പൊ പുകയില്ലാത്ത അടുപ്പിലുണ്ടാക്കിയ ഗോതമ്പിന്റെ പുട്ട്, നല്ല ഗോതമ്പിന്റെ പുട്ട്, നല്ല കടുകിട്ട പയറ് കറിയും. ഇപ്പൊ കടുക്, പയറ്, അതുപോലെ തന്നെ ഗോതമ്പ് ഒക്കെ റാബി താത്ത ഉണ്ടാക്കാറുണ്ട്. റാബി താത്ത വേറെയും കോഡുകൾ ഉണ്ട് കേട്ടോ. ഞാൻ പല ക്ലാസ്സിലും പല കോഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന വേറെ കോഡുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ. എല്ലാവർക്കും അറിയുന്ന ചില കോഡുകളുണ്ട്. ഖാരിഫ് റാബി വിള പഠിക്കാൻ നിർബന്ധ പഠിക്കല് കേട്ടല്ലോ. നമ്മുടെ നെല്ല് ഇതിൽപ്പെട്ടതാണ്, ഖാരിഫ് വിളയാണ്. ഓക്കെ, ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഓർത്ത് വെച്ചേക്ക്, തണുപ്പിന്റെ സീസൺ അവസാനിക്കുമ്പോൾ റാബി, ഗോതമ്പിന്റെ സീസൺ അവസാനിക്കുന്നു. അതും ശരിയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പം എല്ലാം ശരിയാണ് എന്നാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കാം. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ കേട്ടോ. 25 നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, ശരി തന്നെ ആണെങ്കിൽ കേട്ടോ. ഇവയെല്ലാം ശരി. നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് അറിയില്ലല്ലോ. നോക്കൂ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഇതും ചോദ്യത്തിനൊരു അപകടമുണ്ട്. ഇന്ത്യയുമായി കര അതിർത്തി എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ അറിയാതെ പരീക്ഷയ്ക്ക് വരും. കടലാണല്ലോ, അവിടെ അതിർത്തിയൊന്നും ഇല്ലല്ലോ, അതിർത്തി പങ്കിടുക എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം വേണ്ടേ എന്നൊക്കെ നമുക്കൊരു ധാരണ വരും. സമുദ്ര അതിർത്തി ഉണ്ട്. അപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങളെ ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഏതെല്ലാം വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ, നോക്കൂ, മ്യാൻമാറും അഫ്ഗാനിസ്ഥാനും മാലിദ്വീപ്, ചൈന. ശരിയല്ലേ? ശരിയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ചൈനയും. ശരിയല്ലേ? എല്ലാം നമ്മളുമായിട്ട് ബോർഡർ ഉണ്ട്. പാകിസ്ഥാനും ഭൂട്ടാനും മ്യാൻമാറും അഫ്ഗാനിസ്ഥാനും നമ്മുടെ ബോർഡർ അല്ലേ? ബോർഡർ ഉണ്ട്. ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം നമ്മളുമായി ബോർഡർ ഉണ്ട്. അപ്പൊ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇതും ചോദ്യത്തിനകത്ത് ചെറിയൊരു അപകടമുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് കയറി കൊത്തിയുണ്ടാവും. ഇനി PSC ഫൈനൽ ആൻസർക്ക് എന്താ ചെയ്യാനോ ഇത് ഡിലീറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ. നമുക്ക് എന്തെങ്കിലും തീർത്തുണ്ടെങ്കിൽ കമന്റിൽ ചെയ്യാട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തെറ്റായത് കണ്ടതൊക്കെ എല്ലാം സിമ്പിൾ ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് കണ്ട് പേടിക്കരുത്. നോക്കൂ, ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമുദ്ര പ്രദേശത്താണ്. ആണല്ലോ, എക്കൽ മണ്ണ് ശരിയാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ്. ഒരു ഡൗട്ടാണ്, അവിടെ കിടക്കട്ടെ കേട്ടോ. തെറ്റായതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന ചുവന്ന മണ്ണാണ്. അത് നമുക്ക് അറിയത്തുണ്ടാവില്ല പരീക്ഷയാണ്, അതും അവിടെ കിടക്കട്ടെ. പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടു കിടക്കുന്നു. ഇത് തെറ്റാണ്. കാരണം ഒറീസ ഏത് ഭാഗത്താന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. പശ്ചിമഘട്ടം കേരളത്തിന്റെ മേഖലയിലൂടെ കർണാടക, ഗോവ അങ്ങോട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് ഭാഗത്ത്. ഒറീസ കിഴക്ക് ഭാഗത്ത്. അപ്പൊ അത് തെറ്റാണ്. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്ന ഉത്തരം, അത് ശരിയാണ്. അപ്പൊ തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. ഇതിനകത്ത് ചോദ്യം തന്നെ മിസ്റ്റേക്ക് ആണ്. മിക്കവാറും ഇത് ഡിലീറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. കാരണം തെറ്റായത് കണ്ടെത്താൻ പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ ശരി ശരി അങ്ങനെയുള്ളത് എല്ലാം തെറ്റല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വരില്ല. നിങ്ങൾ ഒരു പരീക്ഷ ആൾന്ന് ഈ രൂപത്തിൽ വേണം പരീക്ഷ എഴുതാൻ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്, നമ്മൾ പരീക്ഷ ഹാളിൽ ഇരുന്ന് എങ്ങനെയാണോ ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത് അതുപോലെയാണ് ഞാൻ പറയുന്നത്. ചുമ്മാ ആൻസർ കീ പറഞ്ഞു പോവുകയല്ല. അപ്പൊ നമ്മൾ ഒരു ഓപ്ഷൻ അറിയെങ്കിലും ഇന്നത്തെ ഈ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 4 സ്റ്റേറ്റ്മെന്റ് ഒന്ന് കിട്ടിയാൽ മതി. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ നിങ്ങൾക്ക് തെറ്റായത് കണ്ടെത്താനല്ലേ പറഞ്ഞത്. അപ്പൊ ശരി തൽക്കാലം നമുക്ക് കണ്ടെത്താം. തെറ്റായതാ കണ്ടെത്താൻ പറഞ്ഞത്, ശരി തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കുണ്ടാവും, ശരി കണ്ടെത്താം. ഈ പറയുന്ന 1 ശരിയാണ്. ഓക്കെ ആണല്ലോ. 4 തെറ്റുമാണെന്ന് മനസ്സിലാക്കി. ഒറീസയിലല്ല ഒരിക്കലും പശ്ചിമഘട്ടം വരുന്നില്ല. അപ്പൊ 4 ഇവിടെ ഉണ്ട്, അപ്പൊ ഇത് വരില്ല. 4 ഇതിലുണ്ട്, അപ്പൊ ഇതും വരില്ല. സിമ്പിൾ പരിപാടി, മനസ്സിലായോ? അപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഞാൻ ഓപ്ഷൻ ഡി എടുക്കുന്നു. തെറ്റായത് കണ്ടെത്താനാണ്, ഇത് ശരിയാണ് എടുത്തത്. പക്ഷെ ഉള്ള ഓപ്ഷൻ വെച്ച് അതേ ചെയ്യാന്ന് ഓപ്ഷൻ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ആരവല്ലിയാണ്. ആര്യന്മാരുടെ കാലം ആലോചിക്കുക, ആരവല്ലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇതും ഉൾപ്പെടാത്തതാണ്. ഫലഭൂയിഷ്ടമായ മണ്ണ്, അത് ഉൾപ്പെടും. നദികളാൽ ജലസമൃദ്ധമാണ് ഉത്തരേന്ത്യൻ, ഉൾപ്പെടും.
നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, ജനനിബിഡമാണ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഉൾപ്പെടാത്തതോ ഇവയൊന്നുമല്ല. ഇതും നിങ്ങൾ എന്ത് ചെയ്യും? ചതിക്കുയിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവും. ഇത് തെറ്റിച്ച് എത്ര പേരുണ്ടാ? ഒന്ന് കമന്റ് ചെയ്തേ. അതായത് ഇവയെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ സമതലങ്ങളുടെ സവിശേഷത ഏതെല്ലാം? ഇതെല്ലാം, ഇവയെല്ലാം ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. അപ്പൊ ഇവയൊന്നുമല്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ. നെഗറ്റീവ് വരുന്ന വഴിയാണേ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ഇത് രണ്ടും ഇപ്പോ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഇനി വരുന്ന എക്സാമിനൊക്കെ ICC വനിതാ ലോകകപ്പ് പക്കയായിട്ട് പഠിപ്പിക്കും. അതുപോലെ തന്നെ ലാലേട്ടനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ പ്രാവശ്യവും നേരിട്ട് മോഹൻലാൽ മാത്രമല്ല, മോഹൻലാലിനെ കുറിച്ച് മറ്റു ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ നോക്കൂ, കഴിഞ്ഞ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിപ്പീറ്റ് ആണ്, ഒരുപോലെ ചോദിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ, മോഹൻലാലാണ്, അതുപോലെ തന്നെ ICC വേൾഡ് കപ്പ്. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ, രസകരമായ ചോദ്യമാണ്. ഇത് പഠിച്ചൊന്ന് വായിച്ചു പോയവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. കാരണം ഈ വാക്ക് തന്നെ നമുക്ക് പിടിച്ചുത്തരം കിട്ടും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്റെ കേരളം എത്ര സുന്ദരം. അത് നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട്. ഹരിത കേരളം എന്താ നമുക്കറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട ലൈഫ് മിഷൻ പോലെ പദ്ധതിയാണ് ഹരിത കേരളം. അപ്പൊ അത് വരില്ല. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞാൽ ആ നീരൊഴുക്കുമായി ബന്ധപ്പെട്ട് ഈ നദികളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടാണ് ഇനി ഞാൻ ഒഴുകട്ടെ, അതും വരില്ല. ഇത് നമ്മൾ മുമ്പേ കേട്ടു. എന്റെ കേരളം എന്നും സുന്ദരമാണ്. മുണ്ടക്കൈ ആ ഒരു പ്രശ്നത്തിന് ശേഷം വീണ്ടും കേരളം സുന്ദരമായി നിൽക്കുന്നു എന്നൊരു അർത്ഥമില്ലേ? അപ്പൊ ഏതാണ്? എന്റെ കേരളം എന്നും സുന്ദരം. എന്നും എന്ന വാക്കാണ് പ്രധാനം. അപ്പൊ അതവിടെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 33 അല്ലേ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അല്ലെ സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്കൊക്കെ അറിയാം, നമ്മുടെ ശുഭാൻഷു ശുക്ലയാണ്. എടാ മക്കളെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. അന്താരാഷ്ട്ര നിലയത്തിലാണ് ഇദ്ദേഹം പോയത്. എന്നാൽ ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയത് ആരാണ്? അത് രാകേഷ് ശർമ്മയാണ് കേട്ടോ. 1984 പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ്? പശ്ചിമഘട്ടം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിന്റെ കിഴക്കൻ ദിക്കിലാണ് അല്ലെ? കിഴക്കൻ ദിക്കിലാണ് പശ്ചിമഘട്ട പർവ്വതനിര. നദികളും നോക്കൂ, നമ്മൾ ചമ്പാരൻ പഠിച്ച പോലെ തന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് നദികളുടെ ഉത്ഭവസ്ഥാനം LGS പരീക്ഷയ്ക്ക്. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മല. ശരിയല്ലടാ? തീർച്ചയായിട്ടും നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. ഇത് ശരിയാണ്. നെയ്യാർ അഗസ്ത്യമല ശരിയാണ്. ഭാരതപ്പുഴ ആനമല ശരിയാണ്. പമ്പ നീലഗിരി ശരിയാണോ? തെറ്റാണ്. അപ്പോ പമ്പ, പാമ്പ് പുളിയുടെ മരത്തിൽ കയറാറുണ്ട്. പുളിച്ചിമലയിലാണ് പമ്പ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ 4 മാത്രം ഓപ്ഷൻ സി ആണ് കേട്ടല്ലോ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ശരിയാണ്. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. എല്ലാവർക്കും അറിയാം, തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നദി ഭാരതപ്പുഴയാണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നോക്കൂ, ജലസേചനവും ജലവൈദ്യുതവും ഉണ്ട്. ജലവൈദ്യുതം പെരിയാറാണ്, തെറ്റിക്കരുത്. ജലവൈദ്യുതം പെരിയാറാണ്. അപ്പൊ ഇത് ഭാരതപ്പുഴ തെറ്റാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഒരുപാട് ഡാമുകളുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. അപ്പം ഏതൊക്കെയാണ് ശരിയായത്? 1, 4 പ്രസ്താവന 1, 4 ശരിയാണ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണല്ലോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല അല്ലെ? സിമ്പിൾ ചോദ്യങ്ങളുണ്ട്. ആലപ്പുഴ ജില്ല. നോക്കൂ, ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളും. ഇതും പഠിക്കാത്തൊരു ഉദ്യോഗാർത്ഥിക്ക് മക്കളെ സുഖമായിട്ട് കിട്ടും. നിങ്ങളൊന്ന് നോക്കിക്കേ സ്ക്രീനിലേക്ക്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നീർച്ചാലുകളിലെ അതിനെ വീണ്ടും ഉണ്ടാക്കി ജനകീയമാക്കി എടുക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ. പച്ചത്തുരുത്ത് നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും അല്ലെ? PSC പഠിച്ച ഒരു 6 മാസങ്ങളായി കുട്ടി കേട്ടിട്ടുണ്ടാവും. പച്ചത്തുരുത്ത് ജില്ല, പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്നൊക്കെ. അതെന്താണ്? തരിശു സ്ഥലങ്ങളെ കണ്ടെത്തി സ്വാഭാവികമായി ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റുക. അത് മനസ്സിലാവും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. ആശ്വാസം. സുഭോജനം. ഭോജനം എന്താണ്? ഭക്ഷണം അല്ലേ? അപ്പൊ അതും കിട്ടും. അപ്പൊ 1A, then 2 എന്താണ്? 2D. 1A, 2D, 3B, 4C. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി. സിമ്പിൾ അല്ലേ? അപ്പൊ മാർക്കുകൾ നമ്മൾ 39ഓളം ചോദ്യങ്ങൾ ആകെ ഒരു 4 ചോദ്യങ്ങൾ സ്റ്റെക്ക് ആവുന്നുള്ളൂ. ബാക്കി അടിച്ചുവിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ വേഗം വായിക്കാം. കമ്പനി ബോർഡ് LGS ആണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്, നിങ്ങളുടെ ചിന്തയിൽ വേണ്ടത്. ഒരു 10-20% ചോദ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു മേഖല. അപ്പൊ ടൈറ്റിലുള്ള അപാര ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കൂളായിരിക്കുക, ആത്മവിശ്വാസത്തിൽ പഠിക്കുക. അതിനു വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചുള്ളതാണ് കണ്ടെത്തണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാന്ന് കത്തിണ്ടാവും അല്ലെ? നമ്മളെ GS പ്രദീപിന്റെ പരീക്ഷ പോലെ. പീരുമേട്, പെരിയാർ,
മംഗളാദേവി ക്ഷേത്രം പെരിയാർ. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ അല്ലെ. സിമ്പിൾ ആയിട്ട് ഒറ്റ ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ മതി. വേഗം കറപ്പിക്കുക, സമയമില്ല. ഇങ്ങനെ വായിച്ച് സ്ലോ ആക്കരുത്. സ്പീഡ് പരീക്ഷ പോകണം. ഇവിടെ ഞാൻ സ്ലോ ആക്കുന്നത് നോക്കണ്ട. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. ചില വിദ്വാന്മാര് ചെമ്മീൻ എഴുതിയിട്ടുണ്ടാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ, മറക്കണ്ട. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മത്തിയാണ്. ചില സ്ഥലത്തൊക്കെ ചാള എന്നൊക്കെ വിളിക്കും അല്ലേ. ഓക്കെ, ചൂര വേറെയാണ്. ചിലർ ചൂര എന്നൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചൂര, സൂത എന്നൊക്കെ വിളിക്കുന്നത് അത് മറ്റൊരു മത്സ്യമാണ്. കേരളത്തിൽ റെയിൽവേ ലൈൻ നമുക്ക് ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചില്ലേ, അതുപോലെ ഒരു ചോദ്യമാണ്. റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട് ജില്ലയിൽ റെയിൽവേ ലൈൻ ഉണ്ടോ? ഇല്ല. ഇടുക്കി ജില്ലയിലുണ്ടോ? ഇല്ല. പത്തനംതിട്ടയിലുണ്ട്, തിരുവല്ല, ആലപ്പുഴയിലൂടെ ഉണ്ട്. അപ്പൊ 1, 2 ഇല്ലാത്തത്. 1, 2 ഓപ്ഷൻ ബി. നോക്കൂ, 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം എല്ലാവർക്കും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സഞ്ജു സാംസൺ, വേമ്പനാട്ട് കായൽ അല്ലെ. നമ്മള് നദികളുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു. പ്രധാനപ്പെട്ട സമരങ്ങളെല്ലാം സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രിലിംസ് LGS ലെവൽ ചോദ്യം കേട്ടോ. വേമ്പനാട്ട് കായൽ എന്ന് കേൾക്കുമ്പോൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം വരുന്നുണ്ട് അല്ലെ. കൊല്ലം ജില്ല വരുന്നില്ല. അപ്പൊ 1, 2, 3 ഓപ്ഷൻ സി ആണ്. നോക്കൂ, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇത് കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട. തെർമോസ്ഫിയർ ഉണ്ടല്ലോ, ഇത് ഞാൻ പഠിച്ചില്ലല്ലോ, ഇത് വേൾഡ് ജോഗ്രഫി അല്ലേ, LGS സിലബസിൽ ഉണ്ടോ? സിമ്പിൾ, ബാക്കി വായിക്കും. ഒന്നും വായിക്കേണ്ട. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. നമുക്കത് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അടുത്ത പ്രസ്താവന വായിക്കുക. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരിയുമായ ഒരു ബേസിക് GK ആണ്. 3000 സെന്റിമീറ്റർ അല്ല, 300 സെന്റിമീറ്റർ ആണ്. ഇതെന്താണ്? ശരിയാണ്. അല്ല, സോറി, 300 ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റും? ശരിയായ പ്രസ്താവന അല്ലേ ചോദിച്ചത്. എല്ലാം ശരി വരുമോ? വരില്ല. പിന്നെ ഈ 2 ഉള്ള ഓപ്ഷൻ നോക്കുക. 2 ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഇതും വരില്ല. 2 ഇവിടെ ഉണ്ട്. അപ്പൊ ഇതും വരില്ല. അപ്പൊ ഓപ്ഷൻ സിയിൽ മാത്രമേ 2 ഇല്ലാത്തുള്ളൂ. ബാക്കി നിങ്ങൾ വായിക്കേണ്ട ആവശ്യം പോലും പരീക്ഷ ആവുന്നില്ല. ഇവിടെ ഞാനൊന്ന് വായിക്കാം. എന്താണ്? 1ഉം 3ഉമാണ് ശരി. അപ്പൊ 1 തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ അല്ലെ വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉത്പാദിപ്പിക്കുന്നത് എന്ന കാര്യം പറയുന്നു. ഇത്രയും സിമ്പിൾ ചോദ്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ വെച്ച് കിട്ടും. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? നോക്കൂ മക്കളെ, SCERT എടുത്തെടുത്ത് ഞാൻ നമ്മുടെ ബാച്ചിലെ പിള്ളേരെ പഠിപ്പിക്കുന്നതും നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നഞ്ചിയമ്മ. കാരണം SCERT ഒരു ബോക്സ് ഉണ്ട്. നഞ്ചിയമ്മയും നമ്മുടെ മേരി പുന്നൻ ലൂക്കോസും ഒക്കെ ഇല്ലേ, ജാനകി അമ്മളൊക്കെ ഉണ്ട് SCERT. അപ്പൊ ആ ഒരു ബോക്സിനകത്ത് നഞ്ചിയമ്മയ്ക്ക് എന്ത് കിട്ടി? ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ വർഷമുണ്ട്. ഏതായിരുന്നു വർഷം മക്കളെ? 2020. എപ്പോഴും ചോദിക്കുന്ന പിള്ളേർക്ക് ഇത് മാർക്ക് കിട്ടി. സതി എപ്പോഴും ചോദിക്കുന്ന ഒരു ബേസിക് ചോദ്യമാണ്. ഞാൻ എപ്പോഴും ക്ലാസ് നമ്മുടെ പിള്ളേരോട് പറയുന്ന ഒരു ചോദ്യം കൂടിയാണ് സതിയെ കുറിച്ച്. സതി എന്ന ചിത്രം വരച്ചത്, സതി നിർത്തലാക്കിയത് 1829 വില്യം ബെനഡിക്ട് ആണ്. 1827 ബ്രഹ്മസമാജം രൂപീകരിച്ച് 29 വില്യം ബെനഡിക്ടിന്റെ കാലഘട്ടത്തിൽ സതി നിരോധിക്കുന്നത് അല്ലെ. എന്നാൽ സതി എന്ന ചിത്രം വരച്ചത് നമ്മുടെ ആരാണ്? നന്ദലാൽ ബോസ് ആണ്. സതി അല്ലെ, ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു ദുരാചാരല്ലേ. അപ്പൊ സതി എന്ന് കേൾക്കുമ്പോ നന്ദലാല നന്ദലാല മല വില്ലേജ് ഇങ്ങനെ ഡ്രം അല്ലെ, ഗ്രാമീണ ചെണ്ടക്കാരൻ ചെണ്ട ഇങ്ങനെ കൊട്ടുക. എന്നിട്ട് സതി എന്താ പറയാ, ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു ആചാരം സതി. ആലോചിക്കുക, സതി ആരാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. ഇപ്പൊ ഗ്രാമീണ ചണ്ടക്കാരൻ ആരാണ്? നന്ദലാൽ ബോസ്. അപ്പൊ ഇവിടെ സതി നന്ദലാൽ ബോസ്, അമൃത ഷെർഗിൽ അല്ല. ഒരു ട്രിക്ക് പറയട്ടെ. ഗ്രാമീണ ചണ്ടക്കാരൻ നമ്മുടെ നന്ദലാൽ ബോസ് ആണെങ്കിൽ ഗ്രാമീണ ജീവിതം ആരുടേതാണ്? ദുഃഖങ്ങൾ, ശോകം അല്ലെ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. അമൃത ഷെർഗിലെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ചണ്ടക്കാരൻ ഈ പറഞ്ഞു നന്ദലാൽ ബോസ്, ചെണ്ടകുട്ട നന്ദലാല അല്ലെ. സതി ആരാണ്? ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദലാൽ ബോസ്. എന്നാൽ അമൃത ഷെർഗിൽ ഗ്രാമീണ ജീവിതമാണെങ്കിൽ ഗ്രാമീണ യാത്ര. ഗ്രാമീണ യാത്ര ആരുടെ ചോദിച്ചാൽ MF ഹുസൈന്റെ ചിത്രമാണ് ഗ്രാമീണ യാത്ര. ഗ്രാമീണ ജീവിതം, ഗ്രാമീണ യാത്ര, ഗ്രാമീണ ചണ്ടക്കാരൻ, തെറ്റിക്കണ്ട. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രകാരിയാണ് TK പത്മിനി. ശരിയാണ്. ഇപ്പൊ ശരിയല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ 1ഉം 2ഉം ശരിയല്ല. 1ഉം 2ഉം ശരിയല്ല. ഓക്കെ ആണല്ലോ? 45. സിമ്പിൾ. അടുത്ത നോക്കൂ, ജ്ഞാനപീഠം. നോക്കൂ, ഇത് കാണുമ്പോൾ തന്നെ അക്കിത്തത്തിന് മൂർത്തി ദേവി എനിക്ക് അറിയില്ലാലോ ചിന്തിക്കുന്നത്. സിമ്പിൾ ആണ്. കാരണം ജ്ഞാനപീഠം പച്ചവെള്ളം പോലെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഭാവിയിൽ നമ്മുടെ ക്ലാസ്സിൽ ഇടിയും വരും.
65, 80, 84, 95, 2007, 2019 എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കാറുണ്ട്. ONVAയും MTAയും തകഴിയേയും SK പൊറ്റക്കാടിനെയും ഒക്കെ പറയാറില്ലേ? അപ്പൊ നോക്കൂ, ആദ്യം കിട്ടിയത് ഓടക്കുഴൽ എന്ന കൃതിക്ക് നമ്മുടെ ജ്ഞാനപീഠം കിട്ടിയ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. പിന്നീട് SK കിട്ടുന്നത് ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്. നോക്കൂ, സംസ്ഥാനത്താണ് തെരുവിന്റെ കഥയ്ക്ക് കിട്ടുന്നത്, ജ്ഞാനപീഠം ദേശത്തിന്റെ കഥയ്ക്കാണ് SK. SK 80 കിട്ടുന്നു. അതിനുശേഷം 84 മുതൽ, ഞാൻ പ്രത്യേകം ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, 84 മുതൽ കൃതിക്കല്ല, 84ലാണ് തകഴിക്ക്. അപ്പൊ ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠം കിട്ടിയത് SK ക്കാണ്. SK ക്ക് ശേഷമാണ് തകഴി ശിവശങ്കരപ്പിള്ള. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ഇത് നമുക്ക് തെറ്റോ ശരിയോ എന്ന് അറിയത്തില്ല. ഇവിടെ നോക്കുമ്പം 2 മാത്രമുണ്ട്, 2ഉം 3ഉം ഉണ്ട്, 1 മാത്രമുണ്ട്. അപ്പൊ ഇവിടെ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 1 തെറ്റാണ്. നമ്മൾ ഓപ്ഷൻ നോക്കിക്കേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കി വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ജ്ഞാനപീഠം കിട്ടിയത് 2ാമത്തത് SK പൊറ്റക്കാടിന്, 3ാമത്തെ തകഴിക്ക. അത് മനസ്സിലാക്കിയ തെറ്റായ പ്രസ്താവന 1 മാത്രമാണ്. കാരണം 1 വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പൊ സ്വാഭാവികമായിട്ടും ജ്ഞാനപീഠം 2019 അക്കിത്തത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് മൂർത്തി ദേവി പുരസ്കാരവും കിട്ടുന്നുണ്ട്. ഇത് ശരിയാണ്. ആശാപൂർണ ദേവിയും ശരിയാണ് കേട്ടോ. നോക്കൂ, 2008 നമ്മുടെ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഇത് ഞാനൊന്ന് സ്ക്വയർ ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് അറിയത്തില്ല. ഞാൻ ഗൂഗിൾ നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. കാരണം ഇത് ഇന്ന് നടന്ന ഉച്ചക്ക് പെട്ടെന്ന് പരീക്ഷ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ലൈവ് എല്ലാം റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്താണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഞാൻ നോക്കുന്നില്ല. 47 എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കമന്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടാവും, അതിനകത്ത് പിൻ ചെയ്ത് വെക്കും കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 47 മാത്രം എനിക്ക് അറിയാത്ത കൊണ്ട്, ഡൗട്ട് ആയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടിയിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് മനസ്സിലായില്ല, ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. നോക്കൂ, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ. നമ്മൾ ഓൾറെഡി വായിച്ച ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് ടെലഗ്രാമിൽ നിന്ന് എടുത്താണ്. ഇത് നൽകിയ ടെലഗ്രാം ഗ്രൂപ്പിനൂടി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതെനിക്ക് ഓർമ്മയില്ല, ഇത് ചാനലാണ് എടുത്തത്. അപ്പോൾ ഇത് ഏതൊരു പരീക്ഷ കഴിഞ്ഞ ഉടനെ ആ കുട്ടി എടുത്തൊരു ഇതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് വന്നാണ്. നോക്കൂ, 2020 ലോകകപ്പ് ക്രിക്കറ്റെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ICC 2025 വനിതാ ലോകകപ്പ് പറഞ്ഞു. ഇത് കുറച്ച് മുമ്പുള്ളതാണ്. അപ്പോൾ മുമ്പുള്ളതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ പിള്ളേരെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ കമ്പനി ബോർഡ് LGS എഴുതാൻ പോകുമായിരിക്കും. നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ 4 വർഷം 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ, ഇപ്പം ഖത്തർ ലോകകപ്പിന് ശേഷം അടുത്ത ലോകകപ്പ് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്നു ക്രിക്കറ്റ്, അടുത്ത് നടക്കാൻ പോകുന്നു, കോമൺവെൽത്ത് ഗെയിംസ് നടന്നു, ഒളിമ്പിക്സ് കഴിഞ്ഞു, പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞല്ലോ. അപ്പൊ അത് അടുത്ത ഒളിമ്പിക്സ് വരെ അത് ചോദിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ നോബൽ സമ്മാനം കഴിഞ്ഞൊരു 2 വർഷമായിട്ട് PSC പരീക്ഷയിൽ നിലവിലുള്ള വർഷമല്ലാതെ മുമ്പിലത്തെ വർഷവും ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അത്രയും തവണ കോഡാക്കി ഞാനൊക്കെ പഠിപ്പിച്ച ഒരു പിള്ളേരുടെ മനസ്സിലുണ്ട്. അപ്പൊ കോഡാക്കി നോബൽ പഠിച്ചാൽ മനസ്സിൽ കിടക്കും, അടുത്ത കൊല്ലം ഉപയോഗപ്പെടുത്താം, അടുത്ത LDCക്ക് വരെ എക്കൊല്ലത്തെ, മനസ്സിലായോ? ഇപ്പൊ നോബൽ സമ്മാനൊക്കെ യൂട്യൂബ് ക്ലാസ് വേണം, നിങ്ങൾ കമന്റ് ചെയ്യണം. കിട്ടലൻ കോഡുമായി യൂട്യൂബിൽ വരും. നമ്മൾ ഓൾറെഡി ടെലഗ്രാമിൽ പിള്ളേരെ പഠിപ്പിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ തരും. അപ്പൊ 2020 ലോകകപ്പ് അന്നത്തെ ഒരു ഓർമ്മ വെച്ചിട്ട് എഴുതിയവരൊക്കെ ഉണ്ടാവും. കാരണം ഫൈനൽ കളിച്ചിട്ട് മാൻ ഓഫ് ദ മാച്ച് ഫൈനലിലാണ് ഉണ്ടാവുക. അത് കിട്ടിയത് വിരാട് കോഹ്ലിക്കായിരുന്നു. അപ്പൊ ഇവിടെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മക്ക് അന്ന് ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ വിരാട് കോഹ്ലി വരുന്ന കേസ് ആരെന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻ 7 മാത്രമേ വരുന്നുള്ളൂ. പിന്നെ രോഹിത് ശർമ്മയുടെ കേസിൽ അടി വരുന്നേ. അങ്ങനെ ജസ്പ്രീത് ബുംറയ്ക്കായിരുന്നു മാൻ ഓഫ് ദ പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് ചിന്തിച്ച് എഴുതുന്നവർക്ക് കിട്ടും, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. ഇതിന്റെ ഉത്തരം ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. ചെക്കന്മാരാണെങ്കിൽ ഒരു പക്ഷേ ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കിട്ടും. നോക്കൂ, അടുത്തത് നോബൽ സമ്മാനം. ഞാൻ പറഞ്ഞു ഇത് വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം 2023 നോബൽ ലോറീറ്റ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. നർഗീസ് മുഹമ്മദിയുള്ള പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ആ ഫോട്ടോ വരെ മനസ്സിലുണ്ടാവും അല്ലേ? അവര് ഇറാൻ ആയിരുന്നു രാജ്യം എന്ന് ഓർത്ത് വെക്കുക, ഇവിടെ ബംഗ്ലാദേശാണ്. അപ്പൊ തന്നെ തെറ്റാന്ന് മനസ്സിലായി, നർഗീസ് മുഹമ്മദി. അപ്പൊ എന്താണ്, ഇവയിൽ ശരിയായത് കണ്ടെത്തണം. അപ്പൊ 2 തെറ്റാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നോക്കൂ, ഇവിടെ 2 ഉണ്ട്, അപ്പൊ ഇതല്ല. ശരിയല്ല കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ 2 ഉണ്ട്, അപ്പൊ ഇതല്ല. എല്ലാം ശരിയാണ്, അതിലും 2 ഉണ്ട്, അപ്പൊ ഇതല്ല. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ C എടുക്കാം. ശരിയായത് ഒന്ന് വെച്ചാൽ 1ഉം 3ഉം. നോക്കൂ, യോൺ ഫോസ്റ്റെ നോർവീജിയൻ സാഹിത്യകാരനായി നമ്മൾ പഠിച്ചിരുന്നു. ക്ലൗഡിയ ഗോൾഡിൻ, ഓർമ്മയില്ലേ? ഗോൾഡ് നല്ല വിലയുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാ. ഗോൾഡ് വാങ്ങിക്കൂട്ടി സമ്പത്ത്, യെസ്. ഇപ്പൊ ക്ലൗഡിയ ഗോൾഡിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 49 സിമ്പിൾ ആയിട്ട് കിട്ടേണ്ടതാണ്. ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ടാണ്. G20 നമ്മൾ ഇന്ത്യയില് അതിന്റെ അധ്യക്ഷ പദവി ഏറ്റുന്ന വർഷം നമ്മൾ വിശദമായി 2023 പഠിപ്പിച്ചതാ. ആസ്ഥാനമുണ്ടോ G20ക്ക്? ആസ്ഥാനമില്ല. ഇത് ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് തെറ്റാണ്. ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞത്. ആസ്ഥാനമില്ല.
അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷവും ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. ഒരു വർഷമാണ് അധ്യക്ഷ സ്ഥാനത്ത് ആ രാജ്യം ഇരിക്കുക. 5 വർഷത്തേക്കൊന്നല്ല, അത് തെറ്റാ. G20 സംഘാടകരെ ഷേർഷയൊക്കെ പണ്ട് യുദ്ധത്തിലായിരുന്നു, ഷെർപ്പ എന്നാ വിളിക്കുക. അപ്പൊ അത് തെറ്റാണ്. അപ്പോ ശരിയല്ലാതെ കണ്ടെത്തണമെങ്കിൽ 2, 3 അല്ലേ? 2, 3. യെസ്. റഷ്യ ഉക്രൈൻ. മക്കളെ പറഞ്ഞു നമ്മൾ അടുത്ത ഒരു ടോപ്പിക് ആയിരുന്നു കറണ്ട് അഫയേഴ്സിൽ. ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ അജയ് അല്ലേ, ഓപ്പറേഷൻ ഈ പറയുന്ന കാവേരി സുഡാനിൽ നിന്ന് വരുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്പറേഷൻസ് കഴിഞ്ഞ യൂട്യൂബ് ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇങ്ങനെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. ഒരു 10 ഓർമ്മയില്ലേ? ഞാനിങ്ങനെ കാണാതെ എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞ് സമയം പോകുന്നില്ല. ഓപ്പറേഷൻ ഗംഗയായിരുന്നു എന്ത്, നമ്മുടെ ഉക്രൈൻ റഷ്യ കേട്ടോ. മറന്നു പണ്ടതൊക്കെ 2-3 വർഷം മുമ്പുള്ള. പക്ഷെ PS ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ ഉരുൾപൊട്ടൽ. ചില ചിന്തിക്കുന്നൊന്നും ഞാൻ പഠിച്ചില്ല ദൈവമേ, എനിക്കിത് വേണ്ട, സ്കിപ്പ് ചെയ്യും. ഒന്നും സ്കിപ്പ് ചെയ്ത് ഒക്കെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു സാമാന്യ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഉരുൾപൊട്ടൽ. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. സിമ്പിൾ അല്ലേടാ, അവിടെ കാടും കുന്നും മലയൊന്നും ഇല്ല, പിന്നെ എങ്ങനെ ഉരുൾപൊട്ടുക? 2019 ഓഗസ്റ്റ് 8. അപ്പൊ ഡേറ്റ് എനിക്ക് അറിയില്ലല്ലോ, ഡേറ്റിന്റെ ആവശ്യമുണ്ടോ? പാലക്കാട് ജില്ലയിലാണോ പുത്തുമല? ആണോ? അല്ല. പുത്തുമലയിൽ ഉരുൾപൊട്ടി നമ്മളിങ്ങനെ പറയുന്നല്ലേ, അത് വയനാടല്ലേ. അപ്പൊ അത് പാലക്കാട് ജില്ലയിലല്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ മുണ്ടക്കൈ ചുരൽമല കേട്ടോ. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ പുത്തുമല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മലപ്പുറം ഒരുപാട് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ അതൊക്കെ മനസ്സിലേക്ക് വരും. പാലക്കാട് ജില്ലയിലല്ലാലും അത് നമുക്കൊരു ധാരണ കിട്ടില്ല, പരീക്ഷ ആൾ കിട്ടും. ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അത് വർഷം നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇടുക്കി ജില്ലയിലാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇത് ശരിയാണ്. അപ്പൊ ശരിയല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലക്കാട് അറിയുമെങ്കിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാണെന്ന് വരില്ല. കാരണം ഓൾറെഡി നമുക്കറിയാം തെറ്റായത് എന്താണ്, ആലപ്പുഴ ജില്ലയൊന്നും വരില്ലല്ലോ. അപ്പൊ അത് പറ്റൂല. പിന്നെ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓൾറെഡി നമ്മൾ പറഞ്ഞു തെറ്റേതാണ്, പാലക്കാട് ജില്ലയിലല്ല പുത്തുമല. അപ്പൊ എന്താണ് 2 മാത്രം കൊടുക്കൂടെ? ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം. നോക്കൂ, കായിക പ്രജനനം തണ്ട് മുറിച്ചിട്ട് കുത്തി ഉണ്ടാവും എന്ത്, നമ്മുടെ മുരിങ്ങ. അതുപോലെ തന്നെ മുരിങ്ങ നിങ്ങൾക്കറിയാം, നല്ല ചെടികളിൽ മുരിങ്ങ വിത്ത് മുളപ്പിച്ചിട്ട് മുരിങ്ങ തൈകളൊക്കെ നിങ്ങൾ കൃഷിഭവനിൽ പോയി വാങ്ങാറില്ലേ? അപ്പൊ മുരിങ്ങയാണ് ഓപ്ഷൻ. ഇനി PS എന്താ ഓപ്ഷൻ എനിക്കറിയില്ല. ദഹന രസങ്ങളുമായി ബന്ധപ്പെട്ട ജോഡി. എടാ കരളല്ലേ പിത്തരസം ഉത്പാദിപ്പിക്കുന്നത്, ശരിയാണ്. ആഗ്നേയ ഗ്രന്ഥിയല്ലേ ആഗ്നേയ രസം, തീർച്ചയായിട്ടും ശരിയാണ്. എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എവിടെയാണ്? അന്നനാളമല്ല, ആമാശയമാണ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഇവിടെ 2 ശരിയായതാണോ വേണ്ടത്? ശരിയായത് 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ B ആണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ. എല്ലാവർക്കും അറിയാം, റിക്കറ്റ്സ്. മാലക്കണ്ണേ ബറിബറിബിയും സ്കർവിസിയും ഡിക്കണയും അല്ലെ, സ്കർവി സി. മാലക്കണ്ണ് A, ബറിബറി B, സ്കർവി C. സ്കർവി എന്ന് പറഞ്ഞാൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കണ, സ്കർവി സിയും ഡിക്കണയും. ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു, ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. വളരെ സിമ്പിൾ ആണ്. പുല്ല് ആട് തിന്നും, ആടിനെ പുലി തിന്നും, പുലിനെ പരു തിന്നൂല. തെറ്റായത് ഒറ്റടിക്ക് കിട്ടി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണൂത്തി എവിടെയാണ്? തൃശ്ശൂരാണ്. ഇതൊക്കെ എല്ലാവർക്കും വരുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണെന്നാണ് ചോദിച്ചത്. അന്നപൂർണയും പവിത്രയും നെല്ലാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കോഡാക്കി പഠിപ്പിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ. സെറ്റ് ക്ലാസ് വരുന്നുണ്ട് പ്രിലിംസിന് മുമ്പ്. നോക്കൂ, കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേടുന്നത്? ഇതെനിക്ക് അറിയാത്തൊരു ചോദ്യം. ഞാൻ റൗണ്ട് ചെയ്യുന്നു. ഞാൻ ഗൂഗിൾ നോക്കിയതാണ്. ഗൂഗിൾ നോക്കിയ സമയത്ത് കാട്ടാന എന്ന് കാണുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ടിക്ക് ഇടുന്നു. ഫൈനൽ ആൻസർ എന്താണെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം കേട്ടല്ലോ. 60 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. നമ്മൾ എപ്പോഴും പറയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നമ്മുടെ ലിയോ 14 പുതിയ മാർപ്പാപ്പ അല്ലെ. ജമ്മു കാശ്മീരിലെ പഹൽഗാം തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. സിമ്പിൾ കറണ്ട് അഫയേഴ്സ് അല്ലേ. അലൂമിനിയത്തിന്റെ അയിര്. നേരത്തെ പറഞ്ഞ പോലെ മാലക്കണ്ണെ ബെറിബെറിബിയും സ്കർവി സിയും ഡീക്കണയും ചോദിക്കുന്ന പോലെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സിങ്ക് കലാമിൻ ലെഡ് ഗലീന. അതുപോലെയാണ് ബോക്സൈറ്റ്. സിങ്കിന്റെ കലാമിനാണ് അയിര്, ലെഡിന്റെ ഗലീനയാണ് അയിര്. ബോക്സൈറ്റ്, ബോക്സ് അലൂമിനിയത്തിന്റെ ബോക്സ് ആണ്. അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ് എപ്പോഴും ചോദിക്കും. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക എവിടെയാണ്? ശൂന്യതയിലാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം നമ്മൾ ഊതുമ്പോൾ കെട്ടുപോകും. കാർബൺ ഡൈ ഓക്സൈഡ് ആലോചിക്കുക കേട്ടോ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന ഡെസിബെല്ലാണ്. സിമ്പിൾ അല്ലേ. വൈദ്യുതി ഉത്പാദിപ്പിക്കാനായി ഡാമുകളിൽ വെള്ളം കെട്ടിവെക്കും. അപ്പൊ ആ ജലസംഭരണിയിലെ ഊർജ്ജം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിതികോർജ്ജമാണ് കേട്ടോ. എന്താണ് സ്ഥിതികോർജ്ജം? അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹൈറ്റ് കൊണ്ട് സ്ഥിതികോർജ്ജം. നാം കഴിച്ച ഭക്ഷണത്തിലെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? SCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചെറുകുടൽ വെച്ചിട്ടാണ് കേട്ടോ.
അടുത്തൊരു SCERT നിന്ന് എടുത്തു ചോദിച്ച ചോദ്യമാണ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത് പ്രമേഹം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞിട്ട് 70 മുതൽ 110 വരെയാണ് കേട്ടോ പ്രമേഹം. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി, ആ പേര് തന്നെ സ്ത്രീ സുരക്ഷ, നിർഭയ, ആ കേസൊക്കെ നമുക്ക് ഓർമ്മയില്ലേ, നിർഭയ. നോക്കൂ, നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, ക്ഷയം. എടാ വായു കൂടി വരുന്ന ക്ഷയം, വായു കൂടി വരില്ലേ, ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ഗുനിയ എഴുതിയവരുണ്ടാവും, മാർക്ക് പോയിണ്ടാവും കേട്ടോ. ദെൻ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് വായിച്ചു നോക്കിയാൽ മതി, സിമ്പിൾ അറിയുന്ന ഒരു കോമൺ അറിവാണ്. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ തെറ്റായതാണ് കണ്ടത് കേട്ടോ. HIV പകരാൻ ഇടയാകുന്നുണ്ട്, ശരിയാണ്. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും ഈ ബാധ ഉണ്ടാവാം, ഒരിക്കലും വരില്ല. ഹസ്തദാനം, ചുമ, അതിലൂടെയൊന്നും HIV പകരില്ല, പകരാന്നാ പറയുന്നത്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവും. അപ്പൊ എന്താണ് തെറ്റായത് കണ്ടെത്തണം, 2ഉം 3ഉമാണ് തെറ്റായത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണല്ലോ. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അത് നിപ്പയാണ്, നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ കുറച്ച് മുമ്പേയുള്ള പദ്ധതിയാണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി അത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, ഗ്ലൂക്കോസ്. ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാറില്ലേ, ആ കാർബൊക്കെ എവിടെയുള്ളത്? ആ കപ്പയിൽ ഉണ്ടാവും. ഷുഗർ കൂടുതലടാ ആ ഗോതമ്പിലും, ഇനി അട്ട തിന്നുന്ന ചപ്പാത്തി ചിന്തിക്കേണ്ട, ഗോതമ്പിലും അരിയിലും കപ്പയിലൊക്കെ ഉണ്ട് അല്ലെ. മറ്റുള്ളവരൊക്കെ ഓരോ ഐറ്റംസ് നമുക്കറിയാം. SCERT ബോക്സ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് പഠിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കോമൺ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് കിട്ടുമല്ലോ അല്ലെ, ഒരു ജനറൽ നോളജ് പോലെ. COVID-19 ഇതും ഈ പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ കിട്ടും. കാരണം ഇതിനകത്ത് നോക്കൂ, ശരിയായത് തിരഞ്ഞെടുക്കണം. COVID-19 പകർച്ചവ്യാധി അല്ല പോലും. അപ്പൊ അത് തെറ്റാണല്ലോ, പകർച്ചവ്യാധിയാണ്. അപ്പൊ 4 എന്ത് ചെയ്യില്ല, തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ 4 ഒഴിവാക്കിയ പോരെ. 1, 2, 3 1, 2, 3 ഓപ്ഷൻ എ 1, 2, 3 കിട്ടില്ല. നൽകിയിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും നോക്കൂ, ECG വില്യം ഐന്തോവൻ. ECG കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരും, വില്യം ഐന്തോവനാ. EEG ഹാൻസ്ബർജർ കണ്ടുപിടിച്ച ആളുകൾ കേട്ടോ. ECG കണ്ടുപിടിച്ച വില്യം ഐന്തോവനും EEG ഹാൻസ്ബർജറും മനസ്സിലേക്ക് പെട്ടെന്ന്. ECG എടാ ഇന്ന് ECG എടുക്കാറില്ല, ECG ഹൃദയത്തിന്റെ, EEG തലച്ചോറ് അല്ലെ. എന്നാൽ BCG കുത്തിവെപ്പാണ്, മറ്റേ ക്ഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ നൽകുന്ന കുത്തിവെപ്പാണ് BCG. MMR, OPV ഇതൊക്കെ എന്താണ്, വാക്സിനുകളാണ്, നൽകുന്നതാണ്. എന്നാൽ ECG അതല്ല. ഓക്കെ. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏതാ? കേട എന്നല്ല നമ്മൾ പറയുക, കൊഴുപ്പിൽ ലയിക്കുന്ന കേടൊക്കെയാണ്. കേട KEDA ഇതാണ്. എന്നാൽ ജലത്തിൽ ലയിക്കുന്നതോ BC. അപ്പൊ ഇവിടെ എന്താണ്, ജലത്തിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കാത്തത്, ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ്, വൈറ്റമിൻ സി. മൂത്രാശയ രോഗങ്ങൾ, ഇതും എനിക്കറിയില്ല, ഒരു MBBS ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ ഒരു ശങ്ക വെച്ച് ഞാൻ പറയുന്നു, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാലഞ്ച് ചെയ്യാം, കമന്റ് ചെയ്യാം. ഇത്ര നേരം പറഞ്ഞ 78 ക്വസ്റ്റ്യൻസ് 80 എനിക്ക് അറിയാത്തൊരു ചോദ്യം ഞാൻ പറഞ്ഞു. ചെക്ക് ചെയ്തിരുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാൻ, മൂന്നാമത്തെ ഇതാണ്. 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ ആകെ. അതിനകത്ത് മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രം വഹിക്കാത്ത കാരണമാകും. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്ത മൂലം ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകാം. വൃത്തിശീലം അല്ലെ, അതൊരു വിഷയമാണ്. അപ്പൊ ഇതെല്ലാം ശരി എന്ന രൂപത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവമാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാരാണ് ബാക്ടീരിയകളാട്ടോ, പുഴുക്കളാണെന്നൊക്കെ പരസ്യം കണ്ട് എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇനി PSC പുഴുക്കൾ കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ബാക്ടീരിയകൾ. ഓക്കെ. കൊതുക് ജന്യ രോഗം നല്ലൊരു ചോദ്യമാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് പോകാം. ചിക്കൻ കുനി എഴുതിയവരുണ്ടാവും. കൊതുക് ജന്യ രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് എലിപ്പനി ഒഴിവാക്കാം, ചെള്ളുപനി ഒഴിവാക്കാം അല്ലെ. നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥ, പ്ലേറ്റിലൂടെ എണ്ണം കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഡെങ്കിപ്പനിയാണ്. നോക്കൂ, ഇപ്പൊ പനിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗംഭീര മഴയാണ് പുറത്ത്, അതുകൊണ്ട് ഇടി വെട്ടുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ നാളെ ക്ലാസ്സിലൊക്കെ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ 80 ചോദ്യങ്ങൾ ഞാൻ തന്നു. ഇതിന്റെ ഒരു വിശകലനം, ഓരോരോ ചോദ്യങ്ങൾ SCERT ഒക്കെ വളരെ കുറച്ചാണ്, പക്ഷെ നമുക്ക് SCERT ഉള്ള പല പോയിന്റ്സ് ഉൾപ്പെടുത്താം. നോക്കൂ, നല്ലൊരു LGSന്റെ പരീക്ഷ ഈ ചോദ്യപേപ്പർ വെച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള ഒരു 60 ദിവസം പ്രിലിംസ് നല്ല രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ മെയിൻസിൽ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിലിംസ് അങ്ങ് കവർ ആവും കേട്ടോ. നിങ്ങൾ പ്രിലിംസിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാതെ കുറച്ചുകൂടി നല്ല രൂപത്തിൽ പഠിച്ചിട്ട് മെയിൻസിൽ ഈ ഒരു 80 ചോദ്യങ്ങളിൽ 70 മാർക്കിന്റെ മുകളിലൊക്കെ കിട്ടിയവർ ഓക്കെയാണ്. ഇനി ഒരു 2-3 മാസം അവർ നന്നായി പഠിച്ചാൽ അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവും, അവർക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഒരു 50-നൊക്കെ താഴെയുള്ളവര് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം പറയാൻ, എനിക്ക് ഏതൊക്കെ ക്ലാസ് വേണമെന്ന് പറയുക, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇതൊരു ചൂണ്ടുപലകയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ഇനിയുള്ളത് മാത്സിലെ ചോദ്യങ്ങളാണ്. ശരാശരി നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ, നിലവാരം വെച്ച് നോക്കുമ്പോൾ വലിയ
ചോദ്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ചിലരൊക്കെ കുഴപ്പിച്ചിട്ടുണ്ടാവും, പരീക്ഷാളക്കുത്തിന്റെ ശ്രേണിയൊക്കെ വന്ന് കുത്തിന് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ആൻസർ കീ വേണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ടിക്കറ്റ് ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. കേട്ടല്ലോ? ഓൾറെഡി PDF ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. മക്കളെ, ഈ ഒരു പരീക്ഷ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ 80 ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇങ്ങനെയുള്ള ചോദ്യം ഒരു 10-20% ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കുക. ബാക്കി 80 നിങ്ങൾക്ക് ഒരു 60 മാർക്ക് കിട്ടി വിചാരിക്കുക ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള ഒരു 3 മാസം നന്നായി മെനക്കെട്ട് പ്രിലിംസ് നിങ്ങൾ ഒന്ന് ഉറപ്പായിട്ടും പാസ്സാവും കേട്ടോ. അതോടുകൂടി നിങ്ങൾക്ക് ഈ 60 കിട്ടിയ ഒരാൾക്ക് തീർച്ചയായിട്ടും അത് MBAയിലേക്ക് എത്തിക്കാൻ പറ്റും. മാത്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മാത്സ് നിങ്ങൾക്ക് 20-18 മാർക്ക് കിട്ടണം കേട്ടോ. മെന്റൽ എബിലിറ്റി 10 മാർക്കാണ്, അത് വാങ്ങിക്കണം. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാത്സിന്റെ ഏരിയ വാങ്ങിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGS കിട്ടണം. അതിനുവേണ്ടി പഠിക്കുക. എല്ലാ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും. വീണ്ടും പറഞ്ഞ് ഇടിവെട്ടിയോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.